നിരവധി പത്രങ്ങളുള്ള കേരളത്തിൽ ജനപക്ഷത്ത് നിൽക്കലായിരുന്നു തേജസ് ദിനപത്രത്തിന്റെ ലക്ഷ്യം. പോലീസും ഭരണകൂടവും പറയുന്നത് അപ്പടി പ്രസിദ്ധീകരിക്കുന്നതിനു പകരമായി ഇരയുടെ പക്ഷത്തു നിന്നുള്ള വായനയാണ് തേജസ്. ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങൾ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചും പൗരന്മാരെ രാജ്യദ്രോഹികളും വിധ്വംസക പ്രവർത്തകരുമായി ചിത്രീകരിച്ചും ഇതുവഴി ജനങ്ങൾക്കിടയിൽ ഭീതിതമായ സാഹചര്യം സൃഷ്ടിക്കവേ തേജസ് ഉദയം കൊണ്ടു. തേജസ് 2006 ജനുവരി 26-നാണ് ആരംഭിച്ചിട്ടുള്ളത്. വളരെ വലിയ തയ്യാറെടുപ്പുകളോടുകൂടി വളരെയേറെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു സാമൂഹിക ശാക്തീകരണ നീക്കം എന്ന നിലയിലാണ് ഇത് ആരംഭിച്ചത്. കാരണം കേരളത്തിൽ ഇതുവരെ റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടുള്ള മാധ്യമരംഗത്ത് റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത വിഭാഗങ്ങളാണ് തേജസിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരായിട്ട് വന്നിട്ടുള്ളത്. തേജസിൻ്റെ ഡെസ്കിൽ അവരാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തേജസിൻ്റെ വായനക്കാരിൽ തന്നെ ഒരു വലിയ വിഭാഗം ആദ്യമായിട്ട് മാധ്യമങ്ങൾ വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയ പുതിയതായിട്ട് സാമൂഹികമായിട്ട് മാധ്യമരംഗത്തേക്കൊക്കെ വരുന്ന വിഭാഗങ്ങളാണ്. ഭീകരതയുടെ പേരിൽ നിരവധി നൂറുകണക്കിന് യുവാക്കൾ ജയിലിറയിൽ പോകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭരണരംഗത്തും സാമൂഹിക രംഗത്തുമൊക്കെ തന്നെ പലതരത്തിലുള്ള പാർശ്വവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം വലിയ തോതിൽ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു കൊണ്ടുവരുന്നതിൽ, അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുന്നതിൽ ഒക്കെ തന്നെ വലിയ ഒരു പങ്കാണ് തേജസ് വഹിച്ചത്. ലവ് ജിഹാദ്, മനുഷ്യക്കടത്ത്, തീവ്രവാദ ഭീഷണി, ഏറ്റുമുട്ടൽ കൊല, രാജ്യത്ത് നടന്ന സ്ഫോടനങ്ങൾ തുടങ്ങി നിരവധി കെട്ടുകഥകളുടെ നിജസ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ തേജസിന് കഴിഞ്ഞു. ന്യൂനപക്ഷങ്ങളെയും ആദിവാസികളെയും ഭീകരരും മാവോയിസ്റ്റുകളുമാക്കുന്നതിനെ തേജസ് ദിനപത്രം പ്രതിരോധിച്ചു. ന്യൂനപക്ഷങ്ങളുടെ അതുപോലെ അവഗണിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ചും ദളിത് സമൂഹത്തിൻ്റെ വാർത്തകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നതിൽ മറ്റ് പത്രങ്ങൾ കാണിക്കാത്ത ഔത്സുക്യം തേജസ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഭരണകൂടത്തിന്റെ പിഴവുകൾ ചർച്ച ചെയ്യുകയും കോർപ്പറേറ്റുകളുടെ ചൂഷണം തുറന്നുകാട്ടുകയുമാണ് തേജസ് ചെയ്തത്. ഇത് ഭരണകൂടത്തെയും കോർപ്പറേറ്റുകളെയും ചൊടിപ്പിക്കുന്നതിന് കാരണമായി. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ, കാശ്മീർ പ്രശ്നം, ഇസ്രായേൽ അമേരിക്ക സാമ്രാജ്യത്വ കൂട്ടുകെട്ട്, ഭരണകൂട ഭീകരത എന്നീ വിഷയങ്ങളിൽ ദേശവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നാണ് തേജസിനെതിരായ കേരള പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ പ്രധാന പരാതി. സർക്കാരിന്റെ ഈ തരത്തിലുള്ള സർക്കാരിന്റെ ഇഷ്ടങ്ങൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ മാധ്യമങ്ങളുടെ നേരെ ഈ ഒരു ഇത്തരത്തിൽ വളരെ ഏകാധിപത്യപരമായ ഒരു പ്രവണത കാണിക്കുന്നത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ല. സർക്കാരുകൾക്കെതിരായി എഴുതുക എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങളുടെ ജോലി. രാജ്യ താൽപര്യങ്ങൾക്കെതിരെ ഒരു വരി പോലും തേജസിൽ വന്നതായി ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഇതുവരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. തേജസ് പത്രത്തെ പറ്റി സർക്കാർ പറയുന്ന അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാരണം ഇത് സമുദായ സ്പർദ്ധ പരത്തുന്ന ഒരു പത്രമാണെന്നാണ്. അങ്ങനെ ഒരു നിലപാട് ഈ പത്രത്തിനുണ്ടെന്ന് ഇത് സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളെന്നുള്ളതിൽ എനിക്ക് തോന്നിയിട്ടില്ല. അതിൽ വാർത്തകൾ കൊടുക്കുന്ന കാര്യത്തിൽ തേജസ് പ്രത്യേകിച്ചും കുറേ കൂടി ശ്രദ്ധ മറ്റു പല പത്രങ്ങളെ അപേക്ഷിച്ച് പുലർത്തുന്നുണ്ടെന്നും എനിക്ക് അഭിപ്രായമുണ്ട്. ഒരുപക്ഷെ ഇതിനൊരു തീവ്രവാദ സ്വരം വരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ നടത്തിപ്പുകാർക്ക് സംശയമുള്ളതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കും. ഇതിനേക്കാൾ കൂടുതൽ സമുദായ സ്പർദ്ധ പരത്തുന്ന പത്രങ്ങൾ മലയാളത്തിലുണ്ട്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പത്രങ്ങൾ പോലും വേറെയുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഒരു ക്രോധം ഈ പത്രത്തിൻ്റെ നിരക്ക് മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ. അത് വസ്തുതകൾക്ക് നിരക്കുന്ന ഒന്നല്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. മൂന്നാമത്തതും കുറെ കൂടി പ്രധാനപ്പെട്ടതുമായൊരു കാര്യം, ഒരു പത്രം ഒരു സമുദായ സ്പർദ്ധ പരത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ നിലപാട് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, രാജ്യസുരക്ഷയ്ക്ക് വിഘാതമായിട്ടുള്ളതാണെങ്കിൽ അതിന് നേരെ നടപടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കണ്ട് ഒരു പത്രത്തിന് മാത്രമായിട്ട് പരസ്യം നിഷേധിച്ച് വിവേചനപരമായ രീതിയിൽ സർക്കാർ പെരുമാറുന്നതിൽ യാതൊരു യുക്തിയുമില്ല. ഔദ്യോഗിക തീരുമാനമാണെങ്കിൽ വിവരം രേഖാമൂലം അറിയിക്കുക, വിശദീകരണം ചോദിക്കുക, തെളിവെടുപ്പ് നടത്തുക എന്നീ നടപടികളൊക്കെ വേണം. എന്നാൽ ഇതൊന്നും തേജസിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എന്താണ് ഞങ്ങളുടെ അടുത്തുള്ള തെറ്റ് എന്നൊരു വിശദീകരണത്തിന് തേജസിന്റെ പ്രവർത്തകർ ചോദിച്ചപ്പോൾ കൃത്യമായി മറുപടി പറയാൻ കേരള ഗവൺമെന്റിനോ കേന്ദ്ര ഗവൺമെന്റിനോ സാധിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ ഇനിയും ഞാൻ പറയുന്നത്, ഒന്നുകിൽ പരസ്യം കൊടുക്കുക, അല്ലെങ്കിൽ ഇത് നിയമലംഘനമാണ് ഈ പത്രം നടത്തുന്നതെങ്കിൽ നടപടി എടുക്കുക.
നിയമസഭയിൽ തേജസിന്റെ പരസ്യ നിഷേധത്തെക്കുറിച്ച് PC ജോർജ് MLA നൽകിയ സബ്മിഷന് മറുപടിയായി വർഗീയത വളർത്തുന്ന പത്രമാണെന്നും അതുകൊണ്ട് പരസ്യ നിഷേധത്തിൽ തെറ്റില്ല എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. ഞാൻ പറയുന്നത് മാത്രം ശരി എന്നൊരു ഭരണാധികാരി പറഞ്ഞാൽ അതല്ല ശരി എന്ന് പറയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്കും അവരുടെ ജിഹ്വായ പത്രങ്ങൾക്കും ഒക്കെ ഉണ്ട്. അതല്ല, ഞാൻ പറയുന്നതിൽ വന്നാൽ നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളുടെ നിലനിൽപ്പ് ഇല്ലാതെയാക്കും, നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മുടക്കും എന്നൊരു ഭരണാധികാരി പറയണത് അസഹിഷ്ണുതയാണ്. ജനങ്ങളെ വർഗങ്ങളായി തിരിച്ചവരാണ് തേജസിനെതിരെ വർഗീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ആദിവാസികളും ദലിതരും മറ്റ് അവശജനങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നുകാട്ടുന്നതിൽ തേജസ് ദിനപത്രം എന്നും മുൻപന്തിയിൽ തന്നെയുണ്ട്. പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, അധസ്ഥിതര്, സമൂഹത്തിൽ നീതി ഇനിയും ഒരുപാട് കിട്ടേണ്ടതായി മിച്ചം നിൽക്കുന്ന ആളുകൾ, ജനവിഭാഗങ്ങൾ, പൊതുവെ കേരളീയ സമൂഹം അവരുടെയൊക്കെ പ്രശ്നങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിലും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിലും പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധയിലും ഒക്കെ കൊണ്ടുവരുന്നതിൽ തേജസ് നല്ല താല്പര്യം കാണിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് പല വിധത്തിൽ നിശബ്ദരാക്കപ്പെടുന്ന സമൂഹങ്ങൾ, അവർക്ക് അവരുടെ ശബ്ദങ്ങളെയൊക്കെ പുറത്ത് കൊണ്ടുവരാൻ പറ്റാത്ത വണ്ണം ഒന്നെങ്കിൽ പല വിധത്തിലുള്ള വർഗീയ ചിന്തകളാകാം, രാഷ്ട്രീയ ചിന്തകളാകാം, അല്ല സാമുദായിക ചിന്തകളാകാം. ഇതൊക്കെ ഈ ശബ്ദത്തെ നിശബ്ദമാക്കി മൂടി വെക്കുവാനായിട്ട് പലപ്പോഴും പരിശ്രമിക്കുകയാണ്. അവിടെയൊക്കെ ഈ പത്രം ചെയ്യുന്ന സേവനങ്ങളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ജനാധിപത്യത്തിന് വേണ്ടിയും അതേപോലെ തന്നെ സമൂഹത്തിലെ അധസ്ഥിതരായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ലേഖനങ്ങളായിരുന്നു. അധസ്ഥിതരായിട്ടുള്ള ആളുകളുടെ വിമോചനത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി അടങ്ങിയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനായിട്ടുള്ളൊരു വേദിയായിട്ട് പത്രത്തിൻ്റെ താളുകൾ മാറുമ്പോൾ മാത്രമാണ് സമൂഹത്തിൻ്റെ ചലനങ്ങൾ വ്യക്തമായിട്ടുള്ള രീതിയിൽ പ്രതിഫലിക്കാനായിട്ടുള്ള ഒരവസരം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. അതിനുള്ളൊരു വേദി യഥാർത്ഥത്തിൽ തേജസ്സിനകത്തുണ്ട്. ഭരണകൂടത്തിന്റെ വിമർശനം തങ്ങൾക്ക് അലങ്കാരമാണെന്ന് പ്രഖ്യാപിക്കുന്ന തേജസ് ദിനപത്രം ഉലയാതെ നിലക്കാതെ എന്നും നേരിനൊപ്പം നിലനിൽക്കുന്നതിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്.